ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പം ഇന്നത്തെ പരിപാടി എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഓച്ചറിലോട്ട് പോവാണ്. ഇപ്പോൾ സമയം ഏകദേശം 10 മണി കഴിഞ്ഞിട്ടുണ്ട്. നമുക്കപ്പോൾ ജസ്റ്റ് രാത്രി ഒരു മൈൻഡ് ഓച്ചറിലോട്ട് പോകാൻ വേണ്ടി. അവിടെ റൈഡും കാര്യങ്ങളും എത്ര മണി വരെയെന്നൊന്നും അറിയത്തില്ല, ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ ചെന്നിട്ട് നോക്കാം. കടകളൊക്കെ കാണാം എന്തായാലും, പിന്നെ തിരക്കൊക്കെ ഉണ്ടോ നോക്കാം. ജസ്റ്റ് ഇതുവരെ ഓച്ചറിലോട്ട് പോയില്ല, അപ്പോൾ ഇന്നൊന്ന് പോയി നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഓക്കെ, ഇപ്പോൾ തുടങ്ങിയതുള്ള പരിപാടി തുടങ്ങിയിട്ട് ഇപ്പം ഒരാഴ്ചയോളമായി. അപ്പം ഓച്ചാറിലൊക്കെ ഒന്ന് പോയി കറങ്ങിയിട്ട് വരാം. ഓക്കെ, പിന്നെ മീൻസ് കുറച്ചുകൂടെ നേരത്തെ ഒരു ദിവസം പോവാം. ഇപ്പോൾ നമ്മൾ ലേറ്റ് ആയതുകൊണ്ട് ചുമ്മാ പോയിരുന്ന ഒരു വ്ളോഗ് വെച്ചാൽ അവിടുത്തെ കാര്യങ്ങൾ ഏതൊക്കെ റൈഡ് ഉണ്ടെന്നും എന്തൊക്കെ കടകളുണ്ടെന്നും ജസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടി പോവാണ്. ഓക്കെ, അപ്പം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി. ഓക്കെ, അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് തരാം. ബൈ. അപ്പോൾ ഓച്ചാറിലോട്ട് കയറുവാണ്. ഓക്കെ, ചെറുതായിട്ട് തിരക്കൊക്കെ ഉണ്ട്, കടകളൊക്കെ അടച്ചു വരുന്നുണ്ട്. ഇവിടെ ഒരു പാനിപ്പൂരി കടയുണ്ട്. ഇവിടെ എന്ത് കടയാണ്, വണ്ടിക്കട, കാറൊക്കെ മേടിക്കുന്ന കടയുണ്ട്. ഇത് നോക്കൂ, ഇഷ്ടം പോലെ കാറുണ്ട് ഇവിടെ. അകത്ത് കയറിയിട്ടുണ്ട്, പക്ഷേ സമയം 11:30 കഴിഞ്ഞതുകൊണ്ട് എല്ലാം അടച്ച്. ഇപ്പോൾ വലിയ തിരക്കൊന്നുമില്ല ഈ സമയത്ത്. കാറൊക്കെ സുഖമായിട്ട് നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റി. ഇപ്പോഴും ജസ്റ്റ് കാണാൻ വരുന്നവരൊക്കെ ഉണ്ട്. ഇതൊക്കെ ഞങ്ങൾ വന്നപ്പം ആടുന്നുണ്ടായിരുന്നു, ഇപ്പോൾ അടച്ച്. ഇത് നമ്മുടെ മരണക്കിണർ. അപ്പം വരാൻ എന്തായാലും വന്ന് കാണിക്കാം. അത് കഴിയുമ്പോൾ ഇവിടെ മറ്റേ ചെറുതുണ്ട്, അത് പിള്ളേർക്കുള്ളതുണ്ട്. ഐസ്ക്രീം കടയുണ്ട്. മറ്റേ തൊട്ടിലാട്ടം, ഡ്രാഗൻ 2 ഉണ്ട്. തൊട്ടിലാട്ടം 2 ഉണ്ടാ. ഈ വട്ടം കുറച്ച് കൂടുതലാട്ടോ പരിപാടികളൊക്കെ. 2 ഡ്രാഗനുണ്ട്. വയനാട്ട് ഇത് 2 മാത്രമല്ലേ ഉള്ളായിരുന്നു. 2 ഇതുണ്ട് അതുമുണ്ട്. ഇവർക്ക് വേണ്ടി മാത്രം കറക്കുന്നുണ്ടോ. ഇതൊരു ഫാമിലിയാന്ന് തോന്നുന്നു. വന്നപ്പം അടയ്ക്കാൻ പോയാന്ന് തോന്നുന്നു. അടച്ച്, ഞങ്ങൾ വന്നപ്പോൾ അടച്ചാ. ഇനി ഫാമിലി വന്ന് ചോദിച്ചപ്പോൾ എനിക്ക് തോന്നുന്നു വീണ്ടും അവർക്ക് സെറ്റ് ചെയ്ത് കൊടുത്തെന്ന് തോന്നുന്നു. ഇതാണ് തൊട്ടിലാട്ടത്തിൻ്റെ. ഇവിടെ ഞാൻ എന്തൊക്കെ ഉണ്ടെന്ന് അകത്ത് കയറിയിട്ടേ അറിയാൻ പറ്റത്തുള്ളൂ. ആക്റ്റീവ് ഉണ്ട് കേട്ടോ, എൻ്റെ അമ്മോ ആക്റ്റീവൊക്കെ ഇട്ട് കറക്കുന്നു. ജെയിനുവിലൊക്കെ ചുമ്മാ കറക്കുന്നിട്ട് ആരും ഇല്ല. ഇതിനകത്തൊക്കെ കഴിഞ്ഞിട്ടും കയറിയായിരുന്നു. ജെയിനുവിൽ ആരെങ്കിലും ഉണ്ടോ? ഇല്ല, ആരും ഇല്ല, ചുമ്മാ ഇട്ട് കറക്കുക. എന്തിനാ ചുമ്മാ കറക്കുന്നതെന്ന് നോ ഐഡിയ. ഇവിടെ ഒരെണ്ണമുണ്ട്. ഇതൊക്കെ നിന്നെന്ന് തോന്നുന്നു. മറ്റേ ചാടി കളിക്കുന്ന പിള്ളേരുടെ നിർത്തി എന്നത് അതും പിള്ളേരുടെ. ഇത് മറ്റേ ഫുൾ കറങ്ങി കളിക്കുന്ന സാധനം, ഡ്രാഗൻ. ഇത് മറ്റേ ഡ്രാഗൻ. ഇതൊക്കെ പിള്ളേരുടെ. ആളും തിരക്കും ഇല്ലാത്തത് കൊണ്ട് ഭയങ്കര ബോറാണിപ്പോൾ ഇവിടെ. മറ്റേ ആണെങ്കിൽ കുറച്ചുകൂടി സാധനങ്ങളുണ്ടായിരുന്നു. സാധനങ്ങളായത് കുറച്ചുകൂടി ആൾക്കാരുള്ളതുകൊണ്ടേ ഫുൾ തിരക്ക്, ഇടി, ഇവിടെയൊക്കെ ക്യൂ, ഇതൊക്കെ കറങ്ങുന്ന സൗണ്ട്, ഇത് കറങ്ങുന്ന സൗണ്ട് എല്ലാം ഉണ്ട്. ഐസി ഇത് ഓർമ്മയുണ്ടോ? ഇത് കഴിഞ്ഞ വട്ടത്തെ സത്യം കഴിഞ്ഞ വൃശ്ചികത്തിന്റെ വ്ളോഗ് എടുത്തുണ്ടത്. അതിനകത്ത് ഒരാൾ കിടന്ന് കരയുന്നുണ്ട്. മഹാദേവ കരയുന്നുണ്ട് അതിനകത്ത് കിടന്ന്. കുറെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു. കുറെ ഇതിനകത്ത് ആളുണ്ട് കേട്ടോ. കൂലി വെക്കുന്നുണ്ട. ഇതിനകത്ത് ആളുണ്ട്. ചുമ്മായിട്ട് കറക്കുമല്ലോ. ഞാൻ വെച്ച് ചുമ്മായിട്ട് കറക്കുമായിരിക്കും വെച്ചാൽ ആളുണ്ട്. പക്ഷെ എത്ര പേരുണ്ട്. ഒരു എന്തുവാ പേപ്പറൊക്കെ എടുത്ത് എറിയുന്നുണ്ട്. അവിടെയൊക്കെ ഇഷ്ടംപോലെ കടകളുണ്ട്. തിരക്കില്ലാതെ വൃശ്ചികം കാണാൻ ഭയങ്കര ബോറല്ലേ. ഇവിടെ മറ്റേ ബോളെറിഞ്ഞിടുന്ന പരിപാടി, ഇവിടെ വട്ടം എറിഞ്ഞിട്ട് ബിസ്ക്കറ്റൊക്കെ കിട്ടുന്ന പരിപാടി എല്ലാം ഉണ്ട്. ഇവിടെ ഗ്ലാസ് എറിഞ്ഞിരുന്ന പരിപാടി ഫണ്ണാണ് കേസ്. ഇവിടെയും ഗ്ലാസ് എറിഞ്ഞിരുന്ന പരിപാടിയാ. ഒരു പുള്ളി എറിയും. ജസ്റ്റ് മിസ്. രണ്ടാമത്തെ ജസ്റ്റ് മിസ്, മൂന്നാമത്തെ ജസ്റ്റ് മിസ്. പുള്ളിക്കെല്ലാം ജസ്റ്റ് മിസ് ആട്ടോ പോകുന്നത്. അതുവഴി ഇറങ്ങി ഇതുവഴി വരാം. നാളെ ഒന്നും ഇതുവഴി എന്തായാലും വരാൻ പറ്റില്ല. നാളെ അല്ല, ഡേ ടൈമിൽ വരാം. ഡേ ടൈം എന്നല്ല, ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പോൾ എന്തായാലും ഭയങ്കര ഇറക്കും. പൊരിയുണ്ട്. ഇത് മറ്റേ ഓംകാർ. ഇവിടെ ഫുൾ ഇനി പിന്നെ കടകളാണ്. നമ്മൾ അന്നൊക്കെ അങ്ങോട്ടൊക്കെ പോയായിരുന്നു. അവിടെ മറ്റേ കുളമൊക്കെ ഉള്ള ഇതെല്ലാം അടച്ച്. ഇത് മറ്റേ പത്രങ്ങളുടെ ആണെന്ന് തോന്നുന്നു, മാഗസിൻ്റെ ഒക്കെ ഫുൾ കടകൾ. പിന്നെ ഇവർ ഫുള്ള് ഇവിടെ തന്നെ എന്തേലും പള്ളി ഉണ്ടാക്കി അപ്പം തന്നെ പിടിച്ചോണ്ട് പോകും. ഐസ്ക്രീം കടയുണ്ട്. അവിടെയും ബജ്ജിക്കട, തുണിക്കട. അവിടെ തുണിക്കട 30 രൂപയ്ക്കൊക്കെ എല്ലാ സാധനങ്ങളും. എല്ലാ തുണിക്കും ഭയങ്കര വിലക്കുറവ്. തുണിയൊക്കെ മേടിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ വരാം. കരിക്ക് ഷേക്ക് 50 രൂപ. ഇത് ഷേക്ക് കടയാണ്. ഫുൾ ഇത്രയും വലിയ ഷേക്ക് കട നോക്ക്. അവിടെ ഫുൾ ബജ്ജിക്കടയും കാര്യങ്ങൾ. ഇവിടെയൊക്കെ ചെറിയ പാനിപ്പൂരി അങ്ങനത്തെ കടകൾ. അവിടെ പൊരിക്കട ഏതെടുത്തല്ല 30 രൂപ 20 രൂപയൊക്കെ. വീട്ടിലോട്ട് അത്യാവശ്യമായിട്ടല്ല എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. ഇതാണ് ഓച്ചറ.
എല്ലാം ഇവിടെ ഉണ്ട്. പെൻസിൽ പേന, ഇതൊക്കെ എന്ത് പേനയൊക്കെയാ? ഇച്ചാതി ഹൈലൈറ്റർ, ദേ കീച്ചെയിൻ. ആ കീച്ചെയിനല്ലേ ഇത്, പേന. ഇതേ മൈക്ക് റബ്ബർ, പൊളി തന്നെ. ഇതേ മീനിൻ്റെ ചെറിയ പൗച്ചുകൾ, ഏതെടുത്താലും 20-30 രൂപ. സമയം 11:45. അതൊക്കെ അടച്ച്. ഇനി ഇവിടെ കടകൾ മാത്രമേ ഉള്ളൂ. കടകൾ അവർ അടയ്ക്കാനുള്ള സെറ്റപ്പൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും നാളെ ഉച്ചയൊക്കെ ആകുമ്പോഴേ ഇനി തുറക്കത്തുള്ളൂ. പിന്നെ ആൾക്കാരൊക്കെ അത്യാവശ്യം ഉണ്ട്, മനസ്സിലായി. ഇവിടെ എപ്പോഴും തുറന്ന് വെച്ചേക്കുന്നത് 10 രൂപ കച്ചവടമെങ്കിൽ 10 രൂപ കച്ചവടം കിട്ടട്ടെ എന്നുള്ള രീതിയിലാണ് തുറന്ന് വെച്ചേക്കുന്നത്. അമ്പലക്കുളം, പരമനോട് ക്യാൻറ്റീൻ. ഇത് ഇവിടെ കണ്ടോ, 5 ഗ്ലാസ്സിന് 100. ഗ്ലാസും മറ്റേ എല്ലാത്തിനും 5 ഗ്ലാസ് എടുത്താൽ മതി. ഇവിടെ ആരും ഇല്ല കേസ്. ഈ സമയത്തൊക്കെ സാധാരണഗതിയിൽ ഇവിടെ വന്നായിരുന്നെങ്കിൽ ഫുൾ തിരക്കും. അത്രയൊക്കെയാണ് നമ്മുടെ ഓച്ചർ വിശേഷങ്ങൾ. ആൾക്കാർ പിച്ചാൻ നോക്കി, പക്ഷെ പറ്റിയില്ല. പാനിപ്പൂരിയൊക്കെ മേടിച്ച്. ഓക്കെ, എന്നിട്ട് ഇങ്ങനെ നടക്കുകയാണ് ഓച്ചറയുടെ വീതികളിൽ കൂടി. ഫുൾ ഇപ്പോഴും പോലീസ് ഇറങ്ങി നടപ്പുണ്ട്, വണ്ടിക്കകത്തും അല്ലാതെയും എല്ലാം ഇവിടെ പോലീസാണ്. കടകളെല്ലാം അടച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കട അടച്ച്. ഇതൊക്കെ ഓരോരുത്തർ അല്ല നടത്തുന്നത്, ഇതൊക്കെ മൊത്തത്തിൽ ടീമായിട്ടൊക്കെ നടത്തുന്നത്. അപ്പം എല്ലാം അടച്ചു. സമയം ഇപ്പോൾ 12:15. 12:15 ഓച്ചിറ. 12 വിളക്ക് വിശേഷം. ഓക്കെ, പാത്രക്കട, ചട്ടിയൊക്കെ വേണമെങ്കിൽ ഇവിടെ വരാം. ഇതൊക്കെ ഇവർ ടെൻ്റൊക്കെ അടിച്ചാണ് താമസിക്കുന്നത്. ടോയ്സ്, ഇഷ്ടംപോലെ ടോയ്സ് കടയുണ്ട്. നമ്മളൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് വർക്കാം. ഞങ്ങുന്ന ടോയ്സ്. ഓച്ചറ വന്നിട്ട് പൊരി മേടിക്കാതെ പോകുന്ന ആരുണ്ട്? യെസ്, ഓച്ചറുള്ള മെയിൻ സാധനം പൊരി. മലക്കൊക്കെ പോയിട്ട് വരുമ്പോഴും അല്ലാതെയും പൊരി. പൊരിയാണ് ഇവിടുത്തെ മെയിൻ. അത് വെറൈറ്റി സ്ഥലം കടികളൊക്കെ ഇവിടെ ഉണ്ട്. ഇതൊക്കെ പണ്ട് നോർമലി ഇവിടെ ഉള്ള കടകളാണ്. ഇതൊക്കെയാണ് ഇപ്പോൾ വരുന്നത്. ഇവരൊക്കെ ഈ മഴ വരുമ്പോൾ എന്ത് ചെയ്യും ഐഡിയ. പൊരിക്കട, അലുവയൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ അലുവയൊക്കെ ഒന്ന് മേടിക്കാം. ഇത് മറ്റേ അമ്പലം, അവിടെയുണ്ട് പൊരിക്കട. അവിടെ പച്ചക്കറി കട. ഓക്കെ, അപ്പം എല്ലാവരും വരിക, വൃശ്ചികം കാണാൻ വേണ്ടി. വൈകുന്നേരമൊക്കെ വന്നു കഴിഞ്ഞാൽ ഫുൾ കണ്ടു. ഇവിടെയൊക്കെ ഫുൾ തിരക്കായിരിക്കും. ഞങ്ങളുടെ ചേട്ടനാണ് ഇതിനെക്കാളും ഭ്രാന്തമുള്ളത്. ഇതിനെപ്പറ്റി ഓൾറെഡി 2 മേടിച്ച്. ഇതുപോലത്തെ 3 മേടിച്ചു ഓൾറെഡി. എന്നിട്ട് അടുത്ത കാർ മേടിക്കാൻ നിൽക്കുന്നത് കണ്ടോ. ഫുൾ മെറ്റൽ കാർ. എത്ര ഇതിന്? 1050. ഇവിടെ ഉണ്ട്. ഇത് 1:24 സ്കെയിലുള്ള. പലതരം സ്കെയിലിന് പലതരം റേറ്റ്. 350 ലൈറ്റൊക്കെ ഉണ്ട് ഇതിനകത്ത്. കാറിൻ്റെ ഒരു കളക്ഷൻ തന്നെ. റേറ്റ് എഴുതി വെച്ചപ്പോൾ ഇവിടെ അംബാസിഡറിൻ്റെ ഒക്കെ അംബാസിഡർ അടക്കം. നമുക്ക് എൻ്റെ മുന്നിൽ എന്ത് ലുക്കല്ലേ കാണാം. സൂപ്പർ ലുക്ക്. അടിപൊളി ലുക്ക്. എല്ലാ ഐറ്റം ഉണ്ട്. നല്ല ലുക്കും ഉണ്ട്, അതുപോലെ നല്ല വെയിറ്റൊക്കെ ഉണ്ട്. ഇത് വരുന്നത് 1700. അടിപൊളി ലുക്ക്. അപ്പം കഴിഞ്ഞു, ഇന്നത്തെ പാക്കിംഗ് എല്ലാം കഴിഞ്ഞു. നമ്മൾ 2 കാർ മേടിച്ചു. ഒരു കാർ ഇത്, ഒരു കാർ ഇത് കിടക്കും. അയ്യോ, കാർ മറിഞ്ഞു കിടക്കുന്നു. 2 കാർ മേടിച്ചു. സോ പോവാണ്. അപ്പം അടുത്ത ദിവസം വരാം. അവിടെ ആ ടോയ്സിൻ്റെ കട കൊള്ളാം കേട്ടോ, മറ്റേ കാറിൻ്റെ ഇതൊക്കെ മേടിച്ചേ. ആ കട കൊള്ളാം. കാരണം ഓൺലൈനെക്കാട്ടിലും റേറ്റൊക്കെ കുറവാണ്.
ഓക്കെ, കുറെ കളക്ഷൻ നാളെയൊക്കെ കൂടുമ്പോൾ കളക്ഷൻസ് കൂടുതൽ വരുമെന്ന് പറഞ്ഞു. സോ നിങ്ങൾക്ക് കാറൊക്കെ വേണമെങ്കിൽ അവിടെ ചെന്ന് മേടിക്കുക. എല്ലാവരും വരിക. ഇപ്പോൾ വൃത്തിയാൻ തുടങ്ങിയതേ ഉള്ളൂ. സോ അയ്യോ വീഡിയോകളൊക്കെ ചെയ്യാൻ നന്നായിട്ട് കേട്ടോ, ഇങ്ങനെയൊക്കെ എടുക്കണം. സോ തുടങ്ങിയതേ ഉള്ളൂ വൃത്തിയം. എല്ലാവരും വരിക. മാക്സിമം സാധനങ്ങൾ മേടിക്കുക. ഒരു വൈകുന്നേരമൊക്കെ വന്നാൽ എല്ലാത്തിലും കയറാം. എല്ലാത്തിലും കയറി സാധനങ്ങളൊക്കെ മേടിച്ച് പാനിപ്പൂരിയൊക്കെ കഴിച്ച് ബജ്ജിയൊക്കെ കഴിച്ച് പൊരിയൊക്കെ മേടിച്ചിട്ട് വീട്ടിൽ പോകാം. ഓക്കെ, ഈ സമയത്തൊക്കെ മഴ. ഇപ്പോൾ ഫുൾ മഴയുടെ സീസണാണ്. പക്ഷെ വൈകിട്ട് വന്നാൽ നിങ്ങൾക്ക് എല്ലാത്തിലും കയറാൻ പറ്റും. ടിക്കറ്റ് റേറ്റ് വരുന്നത് വലിയ കുഴപ്പമില്ല. 100 പിന്നെ കൊല്ലില്ല ഒക്കെയാ വരുന്നത്. പമ്പ വണ്ടി കിടക്കുന്നു. സോ 353 ഇതിന് എത്ര? പിന്നെ അവിടെ അവര് തന്നെ 350. 3 രൂപ ലാഭം കിട്ടും. ആ കുഴപ്പമില്ല. രണ്ടും കൂടെ 630 രൂപ പറഞ്ഞു. സോ അപ്പം എല്ലാവരും വൃക്ഷത്തിന് വരിക. നമ്മൾ ജസ്റ്റ് ചുമ്മാ വന്ന് എല്ലാം നോക്കാൻ വേണ്ടി വന്നേല, അല്ലാതെ കറങ്ങാൻ വേണ്ടി വന്നേല. എന്നാ ബൂം പറഞ്ഞോ കഴിഞ്ഞ്